നമ്മളോടൊപ്പം ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് അനിൽ അമര, പർപ്പിൾ മീഡിയ വ്യൂവേഴ്സിനോട് സംസാരിക്കുന്നു. അനിൽ അമര, താങ്കൾ ഈ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യം എന്താണ്? ഈ കേരളത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ഈ മുൻപന്തിയിലുണ്ടായിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, വി.ടി. ഭട്ടതിരിപ്പാട് ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ചൊക്കെ ധാരാളം പഠനങ്ങൾ അക്കാദമിക് തലത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ കേരള നവോത്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും അതിൻ്റെ മുന്നണിയിൽ നിന്ന് ഈ സമാനതകളില്ലാത്ത പ്രവർത്തനം നടത്തിയ മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച് ഒരു അക്കാദമിക് തലത്തിൽ നിന്നുകൊണ്ടുള്ള പഠനം വന്നിട്ടില്ല എന്നുള്ളത് ഈ KPMSൻ്റേത് മാത്രമല്ല, കേരളത്തിലെ അധസ്ഥിത വിഭാഗങ്ങളുടെ മുഴുവൻ സംഘടനാ പ്രവർത്തനത്തിലെ ഒരു ദൗർബല്യമാണെന്നും ഈ സമുദായത്തിൻ്റെ ആചാര്യനായ അയ്യങ്കാളിയെക്കുറിച്ച് പഠിക്കേണ്ടത് സമുദായ പ്രവർത്തകർക്ക് പുതിയ ആവേശവും പ്രതീക്ഷയും നൽകുന്നതിന് കാരണമായി തീരുമെന്ന തിരിച്ചറിവാണ് മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച് പഠിക്കാനും ഇത്തരത്തിൽ ഒരു പുസ്തകം എഴുതുവാനും എന്നെ പ്രേരിപ്പിച്ച മുഖ്യഘടകം. സമുദായം എന്ന് ഉദ്ദേശിക്കുന്നത് മഹാത്മാ അയ്യങ്കാളി ഒരു ജാതിയുടെ വക്താവായിട്ടാണോ അതാ ഒരു സമൂഹത്തിൻ്റെ വക്താവായിട്ടാണോ അയ്യങ്കാളിയെ കാണുന്നത് നിങ്ങൾ? അല്ല, അത് വലിയ രാഷ്ട്രീയക്കുഴപ്പം ഉണ്ടാക്കുന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അയ്യങ്കാളി ഒരിക്കലും ഒരു ജാതിയുടെ വക്താവല്ല. എൻ്റെ ഈ പുസ്തകത്തിനകത്തെ ഒരു അധ്യായം പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന അതാണ്. ഇപ്പോൾ അയ്യങ്കാളിയെക്കുറിച്ച് മാത്രമല്ല, അംബേദ്കറെ-കുറിച്ച് പോലും ഇത്തരം ചോദ്യം ചോദിച്ചിരുന്നു. അതെ, ലോക ചരിത്രത്തിലാദ്യമായി ലോക ചരിത്രത്തിലാദ്യമായി ലോകത്ത് ഒരുപാട് അടിമ സംസ്കാരം ലോകത്തെല്ലായിടത്തും നിലനിന്നു. ലോകത്താദ്യമായി ഒരു അടിമ, ഒരു ജനതയുടെ വിമോചനം എന്ന് പറയുന്നത് അക്ഷരത്തിലൂടെയാണെന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാത്മാ അയ്യങ്കാളി. എന്തുകൊണ്ടാണ് കേരളത്തിലെ അക്കാഡമിഷ്യന്മാരും കേരളത്തിലെ സർവകലാശാല ലോകത്താദ്യമായി വിമോചനം അക്ഷരത്തിലൂടെയാണ് എന്ന് പറഞ്ഞ മഹാത്മാവിനെക്കുറിച്ച് കേരളത്തിൽ ആഴത്തിലുള്ള പഠനം നടക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്താണ്? അദ്ദേഹം അധസ്ഥിത വിഭാഗത്തിൽ നിന്നുള്ള ഒരു നവോത്ഥാന നായകനാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ മുഖ്യധാര ചരിത്രകാരന്മാരാരും അദ്ദേഹത്തെക്കുറിച്ച് കാര്യമായിട്ട് പഠിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ അയ്യങ്കാളിയെ അവതരിപ്പിച്ചിട്ടുള്ള മുഖ്യധാര ചരിത്രകാരന്മാരെല്ലാം അദ്ദേഹത്തെ പുലയരുടെ മാത്രം ഒരു നേതാവായിട്ടാണ് വിലയിരുത്തിയിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ പട്ടികജാതി വകുപ്പ് മന്ത്രിയായിരുന്ന ചാത്തൻ മാസ്റ്റർ പോലും അധികാരത്തിലിരുന്നപ്പോൾ അയ്യങ്കാളിക്ക് ഉചിതമായൊരു സ്മാരകം പണിയുന്നതിനോ ഒരു അയ്യങ്കാളിയെ സ്മരിച്ചുകൊണ്ടുള്ളൊരു ചരിത്ര പുസ്തകം തയ്യാറാക്കുന്നതിനോ 1957 ഗവൺമെൻറ്റുകൾ തയ്യാറായില്ല. 1970കളിലാണ് ടി.പി. ചന്താരശ്ശേരി അയ്യങ്കാളിയെക്കുറിച്ചൊരു സമഗ്ര വിവരണം കേരളീയ സമൂഹത്തിന് തരുന്നത്. എന്തുകൊണ്ടാണ് KPMS രൂപീകരിച്ച ചാത്തൻ മാസ്റ്റർ അധികാരത്തിലിരുന്നിട്ട് അയ്യങ്കാളിയെക്കുറിച്ചൊരു സമഗ്ര പഠനം നടക്കാതെ പോയത്? അത് ചാത്തൻ മാസ്റ്ററുടെ വായനയുടെ പരിമിതിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഈ ബഹുമാനപ്പെട്ട ചന്താരശ്ശേരി മഹാത്മാ അയ്യങ്കാളിയുടെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കുന്നത് വരെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ മഹാത്മാ അയ്യങ്കാളി അജ്ഞാതമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ചരിത്രകാരന്മാരാൽ തഴയപ്പെട്ട് കിടന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകന് അർഹിക്കുന്ന പ്രാധാന്യം നമ്മുടെ മുഖ്യധാര ചരിത്രകാരന്മാർ നൽകിയിട്ടില്ല. ഈ നൽകിയവർ തന്നെ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അയ്യങ്കാളിയെ പുലയരുടെ മാത്രം ഒരു നേതാവും വഴികാട്ടിയും ഒക്കെ ആയിട്ടാണ് കരുതിയിട്ടുള്ളത്. അയ്യങ്കാളി ഏറ്റെടുത്തൊരു വലിയ സമരം, ഒരു വലിയ പോരാട്ടം പിന്നീട് കേരളത്തിൽ ഏറ്റെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. യോജിക്കുന്നില്ല നിങ്ങൾ. പക്ഷേ കേരളത്തിൽ അയ്യങ്കാളിയുടെ ഉല്ലല സമരവും ഉല്ലാട് ലഹളയ്ക്ക് ശേഷം ഉല്ലല സമരം എന്ന് പറയുന്ന ഈ സമരത്തിന് ശേഷമാണ് പുന്നപ്പറ വയലാർ കലാപത്തിലേക്ക് ഈ ജനത നീങ്ങുന്നത്. കേരളത്തിലെ ചോദ്യം കഴിഞ്ഞെങ്കിൽ മറുപടി. കേരളത്തിലെ ഇടതുപക്ഷം ഈ പൊതുവെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ളതും അവർ മേനി നടിക്കുന്നതും അയ്യങ്കാളിയുടെ പിന്തുടർച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വരവോടുകൂടിയാണ് സാധ്യമായതെന്നാണ്. അപ്പോൾ അങ്ങനെയല്ല. ഞാൻ പറയട്ടെ, ഇത് ഞങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക്, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ചരിത്രപരമായ വലിയ ധാരണകൾ ഇക്കാര്യങ്ങളെ സംബന്ധിച്ചില്ല. അപ്പോൾ അത്തരം ആളുകളുടെ ഇടയിലേക്ക് ചെന്നിട്ട് നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ ഒരു ദിവസം അവധി വാങ്ങി തന്നത് ആരാണ്? CPM ആണ്. നിങ്ങൾക്ക് ഈ ജോലിക്ക് ഈ ധാന്യത്തിന് പകരം
ജോലിക്ക് കൂലിയായി പണം നൽകിയത് ആരാണ്? അത് CPM-ൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തന ഫലമായിട്ടാണ്. അങ്ങനെ തൊഴിൽ മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ സ്വാതന്ത്ര്യങ്ങളുടെയും അവകാശങ്ങളുടെയും പേറ്റന്റ് CPM-നാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേരളത്തിലെ CPM നാളിതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വ്യാജ പ്രചരണമാണോ എന്നാണ് താങ്കൾ പറയുന്നത്? 100%. അയ്യങ്കാളിയുടെ കാർഷിക വിപ്ലവത്തെ നമ്മൾ നിഷ്പക്ഷമായി പഠിച്ചാൽ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ വ്യാജ പ്രചാരണങ്ങൾ ഭൂലോക തട്ടിപ്പാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇത്രയും നേരം പർപ്പിൾ മീഡിയ പ്രേക്ഷകരോട് നിങ്ങൾ സംവാദിച്ചതിനും പങ്കുവച്ചതിനും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കുന്നു. 70-ൽ രൂപീകരിച്ച KPMS-ന്റെ ചരിത്രത്തിലാദ്യമായി അത് പ്രസിദ്ധീകരിക്കുന്ന ചുമതല KPMS ഏറ്റെടുത്തുകൊണ്ട് ആ ദൗത്യം വിജയിപ്പിച്ച ഒരു നിമിഷമാണ്. അതുകൊണ്ട് തന്നെയാണ് അതൊരു ചരിത്ര മുഹൂർത്തമായി KPMS-നെ പോലുള്ള ഒരു സംഘടനയ്ക്ക് മാറുന്നത്. അയ്യങ്കാളി 10 BA-ക്കാർ, നമ്മൾ ഇതിനു മുമ്പും ആ വാചകം കേട്ടിട്ടുണ്ട്. മഹാത്മാ അയ്യങ്കാളി മഹാത്മാഗാന്ധിയുമായി കൂടിക്കാണുമ്പോൾ തന്റെ ജീവിതാഭിലാഷമായിരുന്ന ഒരു വാക്യമാണ് തന്റെ സമൂഹത്തിലെ, തന്റെ സമുദായത്തിലെ 10 BA-ക്കാരെ കാണുക. പുസ്തക പ്രകാശന ചടങ്ങ് ആരംഭിക്കുന്നു. അനിൽ അമര എഴുതിയ അയ്യങ്കാളിയുടെ 10 BA-ക്കാർ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് CP ജോൺ. പുസ്തകം ഏറ്റുവാങ്ങുന്നത് നീരദ് വോയ്സ് എന്നാണ്. ബഹുമാന്യരെ, കേരള പുലിയർ മഹാസഭയുടെ നേതൃത്വത്തിൽ ആദ്യമായി ഒരു പ്രസിദ്ധീകരണം ഇന്ന് നടത്തുകയാണ്. ഡോക്ടർ അനിൽ അമര എഴുതിയ അയ്യൻകാളിയുടെ 10 BA-ക്കാർ എന്ന ആ പുസ്തകം KPMS-ൻ്റെ ലേബലിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ്. ഈ പുസ്തക പ്രകാശനം ഇവിടെ നടക്കാൻ പോവുകയാണ്. ഈ പുസ്തക പ്രകാശന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി KPMS-ൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ CO രാജൻ സാർ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. യോഗ നടപടി ആരംഭിക്കാൻ പോകുകയാണ്. ആദ്യമായി ഒരു നിമിഷം ആചാര്യ